ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട് കേട്ടോ, AUPS തോന്നൂർക്കര. അപ്പോൾ ആ സ്കൂളിലെ ആനിവേഴ്സറി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. മോൻ്റെ കൂട്ടുകാരുടെ അപ്പോൾ അവിടേക്ക് വരും. ഞങ്ങൾ രണ്ടാളും സ്കൂട്ടിയിലാണ് അവിടേക്ക് പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, തുടങ്ങാൻ പോകണതേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ വിശിഷ്ട അതിഥി കലേഷാണെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്കൂളിൽ തന്നെ ഇങ്ങനെ പാർക്കിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ കുട്ടികൾ കുറച്ച് പേര് ഇരുന്നിട്ട് അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മുറ്റത്ത് കുറച്ച് പേര് കൂടി കളിക്കുന്നുണ്ട്. കുറേ വണ്ടികൾ അവിടെയൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ പ്രാവശ്യം പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ആളും കൂടിയിട്ട് സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഈ പ്രാവശ്യം സ്റ്റേജിൽ വെറൈറ്റി ആയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം സെൻറ്ററിൽ കൂടെ ഒരു റാമ്പ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്ന് പരിപാടി കാണാനുള്ള ഇതുണ്ട്. പിന്നെ ഓപ്പൺ സ്റ്റേജാണ് കേട്ടോ ഈ പ്രാവശ്യം ചെയ്തേക്കണത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവാറ്. ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരുവിധം ഭാഗത്തൊക്കെ ആളുകൾ ഇരുന്ന് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ആളവിടെ നിന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഫ്രണ്ട് ഭാഗത്ത് പോയിട്ട് ലേഡീസിൻ്റെ ഭാഗത്ത് ഇരുന്നു കേട്ടോ. കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട കാരണം ഫ്രണ്ടിൽ നല്ല കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം അവരുടെ പ്രോഗ്രാമൊക്കെ കാണാം.
കൊണ്ടുപോകരുതേ മുരളി ഏകദേശം കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശിഷ്ടാതിഥിയുടെ പ്രോഗ്രാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്നുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കലാകാരൻ തന്നെയാണ് കേട്ടോ, കിഷോർ. അപ്പോൾ കിഷോറിൻ്റെ പരിപാടിയും ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ കിഷോറിൻ്റെ പെർഫോമൻസ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ കലേഷ് ഇവിടെ വന്നു. അപ്പോൾ കിഷോറിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് വളരെയധികം അഭിനന്ദിച്ചു കേട്ടോ. കാരണം കിഷോർ ഫ്ലൂട്ട് വായിക്കൽ മാത്രമല്ല, റെക്കോർഡർ മൂക്കിൽ വെച്ചിട്ടും കൂടി ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത് കണ്ടിട്ട് ആൾക്ക് വളരെ അധികം അത്ഭുതപ്പെടുത്തിയിട്ട് നല്ലോണം അഭിനന്ദിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡാൻസ് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. 3 പേർക്ക് തന്നു. കാരണം നമ്മൾ അവിടെ അനൗൺസ് ചെയ്തപ്പോഴേക്കും ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടി നമ്മൾ പേരും കാര്യങ്ങളും എന്താ ജോലി ചെയ്യണമെന്നൊക്കെ ആൾ ചോദിച്ച് നമ്മൾ ആ ഗിഫ്റ്റൊക്കെ വാങ്ങി സന്തോഷമായിട്ട് വന്നിട്ട് നമ്മുടെ സ്ഥലത്ത് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആളുടെ ഒരു മാജിക്കൽ പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് നമുക്കിനി കാണാം. അപ്പോൾ ആളുടെ പെർഫോമൻസൊക്കെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഗിഫ്റ്റാണ് കിട്ടിയത്. ഒന്ന് ഈ കപ്പാണ്, പിന്നെ 2 ബോക്സ് ചോക്ലേറ്റും കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.